pointed out that tomorrow isn't here and now, baby. An absent mind came to roam around. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്യാം. ഞാൻ ഡോക്ടർ അഞ്ജന. ആൻഡ് ദിസ് ഈസ് ശ്യാമാഞ്ജനം. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. അല്ല, ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുൽമാർഗ് എന്നുള്ള സ്ഥലത്താണ്. ഗുൽമാർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. മാത്തു എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഈ ഗണ്ടോള റൈഡ് എന്നിട്ടൊരു സംഭവം ഉണ്ട്. നമ്മുടെ ഈ അവിടെ ഈ ഇങ്ങനെ ഇതിൽ പോകണുണ്ടോ, കേബിൾ കാർസ്. ആ കേബിൾ കാർസിൻ്റെ അട്രാക്ഷനാണ് ഇവിടെ ഉള്ളത്. 2 ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫേസ് നമുക്ക് ആ മേഘങ്ങളുടെ ഇടയിലേക്കാണ് പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടുന്ന് ഇൻഫർമേഷൻ സെന്ററിൽ പെർമിഷൻ എടുക്കണം. ആദ്യം പെർമിഷൻ എടുക്കണം കേട്ടോ. ഒന്നാം മാത്രമേ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കയറാം, കുതിരപ്പുറത്ത് കയറി വരാം, അല്ലെങ്കിൽ അവിടെ ATVs ഉണ്ട്, അപ്പോൾ അതിൽ കയറി വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തപ്പോൾ അവർ നിങ്ങളെ തടയും. അപ്പം നിങ്ങളുടെ എന്നിട്ട് പെർമിഷൻ വേണമെന്നൊക്കെ പറയാം. അപ്പം അതൊന്ന് കയറി ചെയ്തോളൂ. പിന്നെ മാത്രമല്ല, എത്തുമ്പോൾ ഇത്തിരി നേരത്തെ എത്തിക്കോളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഫേസിൽ പോകാൻ പറ്റാഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങൾ വൈകിയത് കാരണമാണ്. പക്ഷെ കുറേ ദൂരം മുമ്പ് പോകണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോൾ കാണാൻ പറ്റും. അവിടെ ശരിക്കും നല്ല രസമാണ്. നമുക്ക് ഇപ്പം ശരിക്കും അവിടെ മൂടിയിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കാണ് ആ കണ്ടോളൊക്കെ പോണത്. അവിടെ ഒരു കണ്ടോളം പോകുന്നുണ്ട്. അത് പോകുന്നത് ആ മേഘങ്ങളുടെ ഇടയിലേക്കാണ്. അത് ഭയങ്കര ഹൈറ്റിലേക്കാണ് പോണത്. അപ്പം അത് നല്ലൊരു ഇതായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ചുറ്റും ഇങ്ങനെ ഗ്രീനറിയാണ്. അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഈ പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ള ട്രെക്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും അല്ല, ഏപ്രിൽ, ജാനുവരി, ഫെബ്രുവരി ആ സമയത്ത് വേണം വരാനായിട്ട്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ സമയത്ത് വരികയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അത് നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് ഇവർ തന്നെ ചോദിക്കണം. ഇപ്പോൾ ഇവിടെ വെറുതെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട്. എന്നാൽ ശ്രീനഗറിലാണെങ്കിൽ മുടിഞ്ഞ ചൂടാണ് ഈ സമയത്ത്. ആ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഈ തണുപ്പ് നമുക്കൊരു കുഴപ്പമില്ല. നല്ലൊരു തണുപ്പ് എത്ര വേണമെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടാൻ സാധ്യത ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ വന്നതിനേക്കാളും കുറച്ചൊന്ന് തണുപ്പ് കൂടിയിട്ടുണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കോട കഴിക്കാൻ മറക്കരുത്. സൂപ്പർ പക്കോട ആൻഡ് ഖാവ ബദാമൊക്കെ ഇട്ടിട്ട് അവർ ഖാവ ഉണ്ടാക്കി തരും. ഇവിടുത്തെ ചായയാണ് കാശ്മീരി ടീ അല്ല, കാശ്മീരിന്റെ ഒരു പ്രത്യേക ഒരു പ്രൊഡക്റ്റ് ആണ് ഖാവ പറഞ്ഞിട്ട്. കുങ്കുമപ്പൂ, ഏലക്കൊക്കെ ഇട്ടിട്ട് അവരുണ്ടാക്കുന്ന പ്രത്യേക പ്രിപ്പറേഷനാണ്. സാഫ്രോൺ വെച്ചിട്ട് ഒരു റെസിപ്പി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആരടുത്തും പറയരുത് കേട്ടോ. ഖാവ, അപ്പൊ ഖാവയും ഇവിടെ നിന്ന് കഴിക്കണം, അതുപോലെ കുടിക്കണം. അതുപോലെ പക്കോട, ഇവിടുത്തെ പക്കോട സൂപ്പറായിരുന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. നോക്കാം അത് എങ്ങനെയുണ്ടാവും തോന്നിയാൽ. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റിപ്പോർട്ട്. ഇന്ന് ഗുൽമാർഗ് ആണ് നമ്മുടെ മെയിൻ അജണ്ട. ഇവിടെ ഒരിക്കൽ വന്നേ പറ്റൂട്ടോ. വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെ മിസ് ചെയ്തു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി കം ടു ഗുൽമാർഗ്, ഡെഫിനറ്റ്ലി കം ടു ശ്രീനഗർ, ഡെഫിനറ്റ്ലി കം ടു കാശ്മീർ. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ടൂറിസ്റ്റ് ആരുടെങ്കിലും സഹായം എടുക്കുന്നതായിരിക്കും. അതേ പറ്റുള്ളൂ. ഗൈഡ് വേണം ഇവിടെ, കാരണം അങ്ങനെയാണ് ഒരു സ്ഥലമാണ് ഇവിടെ. അല്ലെങ്കിൽ പിന്നെ പരിചയമുള്ള ആരെങ്കിലും വേണം. ഫ്രം ഗുൽമാർഗ്, വെരി നൈസ് പ്ലേസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്, ഷുഡന്റ് മിസ് ഇറ്റ്. ബൈ ബൈ. Took some time but we pointed out that tomorrow isn't here and now, baby. An absent mind came to roam around, captured you in a foggy cloud, baby. Standing on my toes on the edge, I'm ready to go. See it clear in the shadows.